മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ODI മത്സരം വിശാഖപട്ടണം വെച്ച് നടന്നിരിക്കുകയാണ്. ഇന്ത്യ 9 വിക്കറ്റിൻ്റെ ഒരു മികച്ച ജയമാണ് അവിടെ വെച്ച് ഇന്ത്യ ജയിച്ചിരിക്കുന്നത്. സെഞ്ചുറി അടിച്ച ജയ്സ്വാളാണ് കളിയുടെ താരം. കൂടാതെ തന്നെ ഓപ്പണറായ രോഹിത് ശർമ്മ 75-ഉം കോഹ്ലി 65-ഉം എല്ലാവരും നന്നായിട്ട് കളിച്ചിരുന്നു. 61 ബോൾ ബാക്കിയിരിക്കുകയാണ്. ഇന്ത്യ 9 വിക്കറ്റിന് ജയമാണ് വിശാഖപട്ടണത്തിൽ വെച്ച് നടത്തി. അതോടെ ഇന്ത്യ സീരീസ് ജയിക്കുകയായിരുന്നു. കോഹ്ലിയാണ് സീരീസിലെ താരം. കളിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ടോസ് ലഭിച്ച രാഹുൽ 20 ദിവസങ്ങൾക്ക് ശേഷം വൺഡേയിൽ ടോസ് ലഭിച്ച താരം ബോളിംഗ് തീരുമാനിക്കുകയായിരുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ അർഷദീപ് സിംഗ് റിയാൻ റിക്കർട്ടനെ ഔട്ടാക്കിയിരുന്നു. പിന്നെ വന്ന റിയാൻ റിക്കർട്ടനും ഡീകോക്കും ആയിരുന്നു ഓപ്പണിങ്. പിന്നെ റിയാൻ റിക്കർട്ടനെ ഔട്ടാക്കി. പിന്നെ ബൗമയും കുട്ടൻ ഡീകോക്കും തമ്മിൽ 113 റണ്ണിൻ്റെ പാർട്ണർഷിപ്പാണ് വന്നത്. ബൗമ 48-ന് ജഡേജ കോഹ്ലിയുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്ത് ഔട്ടാവുകയായിരുന്നു. പിന്നെ വന്ന മാത്യു ബ്രിസ്കി ആയിട്ട് അദ്ദേഹം നല്ലൊരു പാർട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. 52 റണ്ണ് പാർട്ണർഷിപ്പ് 54 റണ്ണ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. പിന്നെ അദ്ദേഹം പോയി 23-24. പിന്നെ ആ ഓവറിൽ തന്നെ പ്രസിദ്ധ് കൃഷ്ണ മാക്രത്തിനെ ഔട്ടാക്കി. എന്നിട്ട് പിന്നെ കണ്ടത് നമ്മൾ ഡീകോക്ക് സെഞ്ചുറി അടിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ മണ്ണിൽ സെഞ്ചുറി അടിക്കേണ്ടത് എല്ലാം അറിയാവുന്ന പോലെ തന്നെ പുള്ളി അടിച്ചു. 2 കളി ഇറങ്ങിയില്ല. പിന്നെ സെഞ്ചുറി അടിച്ചു. പിന്നെ ബ്രീവ്സ് 29 കുന്ദീപ് ഔട്ടാക്കി. രോഹിത് ശർമ്മയുടെ കയ്യിലേക്ക് യാൻസനും ഔട്ടായി. ബോഷും ഔട്ടായി. പിന്നെ കേശവ് മഹാരാജ് 20 എടുത്തു. എല്ലാവരും കൂടിയ പോലെ 47.5 ഓവറിൽ 270 ഓൾ ഔട്ട് ആവുകയായിരുന്നു. 4 വിക്കറ്റ് എടുത്ത പ്രസിദ്ധ് കൃഷ്ണയും കൂടാതെ തന്നെ കുന്ദീപ് യാദവാണ് കളിയുടെ മികച്ച ബോൾ നടത്തിയത്. ആദ്യ സ്പെല്ല് പ്രസിദ്ധ് കൃഷ്ണയുടെ ആദ്യത്തെ സ്പെല്ലെന്ന് പറയുമ്പോൾ 2 ഓവർ 27 റണ്ണ് 6 മാത്രമാണ് പോയിരുന്നത്. പിന്നത്തെ സ്പെല്ലാണ് അദ്ദേഹത്തിൻ്റെ കമ്പാക്ക്. ക്രൂഷ്യലായ മാക്രത്തിൻ്റെയും കൂടാതെ തന്നെ കുട്ടൻ ഡീകോക്കിൻ്റെയും പിന്നെ ബ്രിസ്കിയുടെയും വിക്കറ്റ് എടുത്തു. പിന്നെ ഇന്ത്യ കയ്യിലേക്ക് തിരിച്ചു. പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. രോഹിത് ശർമ്മയും ജയ്സ്വാളും തമ്മിൽ ഉണ്ടായ പാർട്ണർഷിപ്പ് 155 റണ്ണാണ് ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇന്ത്യ കളി ജയിച്ചിരുന്നു എന്ന് മക്കിലെത്തി. ജയ്സ്വാൾ 116 റണ്ണ് എടുത്തു. 50 അടിക്കുന്ന വരെ, അതായത് 76 ബോളിലും കണ്ടാണ് അദ്ദേഹം 50 അടിച്ചത്. പിന്നെ 50 അടിച്ച ശേഷം അദ്ദേഹം പൊട്ടിക്കലായിരുന്നു. 112 റണ്ണ് എടുത്ത് നോട്ട് ഔട്ട്. രോഹിത് ശർമ്മ 75, 3 ഡോട്ട് ബോൾ 4-ാം ബോൾ 6 അടിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ഔട്ട് ആവുകയായിരുന്നു നടന്നിരുന്നത്. പിന്നെ കോഹ്ലി 45 കൂടെ 65, 3 6ഉം 6 4 അടക്കം. അപ്പോൾ ഇന്ത്യ ആ പരമ്പര ജയിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ചൊവ്വാഴ്ച 9-ാം തീയതി ഇന്ത്യക്ക് T20 പരമ്പരയുണ്ട്. അത് നേടുമോ എന്ന് നമുക്കറിയത്തില്ല.